മലയാള സിനിമാ ലോകത്തെ പ്രമുഖ താരം കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. തന്റെ യൂട്യൂബ് വ്ലോഗുകളിലൂടെയും ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ വലിയൊരു ശതമാനം ആരാധകരെ സ്വന്തമാക്കിയ ദിയയുടെ വ്യക്തിജീവിതം പലപ്പോഴും സൈബർ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിമാറാറുണ്ട്. അശ്വിനുമായുള്ള ദിയയുടെ വിവാഹം സോഷ്യൽ മീഡിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. എന്നാൽ വിവാഹശേഷവും ദിയയും ഭർത്താവ് അശ്വിനെയും ചുറ്റിപ്പറ്റിയുള്ള സൈബർ ഓഡിറ്റിംഗും അനാവശ്യമായ വിമർശനങ്ങൾക്കും യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഭർത്താവിന് ദിയ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്നുള്ള തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകളും ദിയയുടെ മുൻകാല പ്രണയബന്ധങ്ങളെ വലിച്ചിഴച്ചുള്ള വ്യക്തിഹത്യകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഈ സാഹചര്യത്തിൽ തന്റെ പ്രണയപരാജയങ്ങളെക്കുറിച്ചും സൈബർ ലോകത്തെ വിമർശനങ്ങളോടുള്ള തന്റെ നിലപാടുകളെക്കുറിച്ചും മുൻപൊരിക്കൽ ദിയ കൃഷ്ണ തുറന്നു പറഞ്ഞ ശക്തമായ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും പ്രസക്തമാവുന്നത്. സോഷ്യൽ മീഡിയയിൽ സ്വന്തം ജീവിതം സുതാര്യമായി പങ്കുവയ്ക്കുന്ന ഇൻഫ്ലുവൻസർമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അനാവശ്യമായ സൈബർ ഇടപെടലുകൾ. ദിയ കൃഷ്ണയുടെയും അശ്വിന്റെയും കാര്യത്തിൽ ഇത് വ്യത്യസ്തമല്ല. ദിയ പങ്കുവയ്ക്കുന്ന വീഡിയോകളുടെയും ചിത്രങ്ങളുടെയും ചുവട്ടിൽ ഭർത്താവിനോടുള്ള അവരുടെ പെരുമാറ്റത്തെ അളക്കുന്ന തരത്തിലുള്ള നിരവധി കമന്റുകളാണ് വരുന്നത്. അശ്വിന് ദിയ ഒരു പരിഗണനയും നൽകുന്നില്ലെന്നും ദിയയുടെ സ്വഭാവം ആധിപത്യം സ്ഥാപിക്കുകയാണെന്നുമൊക്കെയാണ് ചിലരുടെ ആക്ഷേപം. ഇത്തരം കമന്റുകൾക്ക് പിന്നാലെ ദിയയുടെ മുൻകാല പ്രണയബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ചിലർ മനഃപൂർവ്വം കമന്റ് ബോക്സുകളിൽ കുത്തിപ്പൊക്കുന്നുണ്ട്. ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളെയും അവളുടെ മുൻകാല ബന്ധങ്ങളെയും ലക്ഷ്യം വെച്ച് അധിക്ഷേപങ്ങൾ ചൊരിയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പതിവ് രീതിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരം വാദങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്നതാണ് തന്റെ ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ദിയയ്ക്ക് തന്നെയുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ. തന്റെ മുൻകാല പ്രണയബന്ധങ്ങളിൽ താൻ നേരിട്ട വഞ്ചനകളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും ദിയ കൃഷ്ണ എപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബന്ധങ്ങൾ തകരുമ്പോൾ സമൂഹത്തെ പായുന്ന അതിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ദിയ തയ്യാറായിട്ടില്ല. തന്റെ പ്രണയ സങ്കല്പങ്ങളെ കുറിച്ച് ദിയ പറഞ്ഞ കാര്യങ്ങൾ ഒരു പുതിയ തലമുറയുടെ ശക്തമായ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഒരാളുടെ ടോക്സിസിറ്റി സഹിച്ച് അയാൾക്കൊപ്പം തന്നെ നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ദിയ വ്യക്തമാക്കുന്നു. സമൂഹത്തിൽ പലരും പങ്കാളികളിൽ നിന്നും ക്രൂരമായ മാനസിക വിഷമങ്ങൾ നേരിട്ടാലും സമൂഹം എന്തു പറയുമെന്ന് ഭയന്ന് ആ ബന്ധത്തിൽ തന്നെ തുടർന്നു പോകാറുണ്ട്. എന്നാൽ തനിക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂവെന്നും അതിൽ സമാധാനവും സന്തോഷമാണ് പ്രധാനമെന്നുമാണ് ദിയയുടെ പക്ഷം. അടുത്ത കാമുകനായോ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് ദിയ മുൻപ് പറഞ്ഞിട്ടുണ്ട്. തന്റെ ജീവിതത്തിന് അനുയോജ്യനായ തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു പെർഫെക്റ്റ് പാർട്ണറെ കണ്ടുപിടിക്കുന്നത് വരെ പ്രണയത്തിലായിക്കൊണ്ടിരിക്കുമെന്നും അതിലൊരു തെറ്റുമില്ലെന്നും താരം വിശ്വസിക്കുന്നു. അതിനായി 100 പേരെങ്കിൽ 100 പേർ തന്റെ ജീവിതത്തിലേക്ക് വരുന്നതിലും തനിക്ക് യാതൊരു മടിയുമില്ലെന്നും ദിയ തുറന്നു പറഞ്ഞു. ആളുകൾക്ക് ബോറടിക്കുന്നത് കൊണ്ട് താൻ ഇന്നേ വരെ ആരെയും തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ലെന്നും ദിയ സാക്ഷ്യപ്പെടുത്തുന്നു. ആര് തന്റെ ജീവിതത്തിൽ വന്നാലും ഒരു കാമുകി എന്ന നിലയിൽ അവർക്ക് 100% സ്നേഹവും മുഴുവൻ സമയം നൽകുന്ന വ്യക്തിയാണ് താൻ. എന്നാൽ താൻ നൽകിയ അത്രയും ആത്മാർത്ഥത തിരിച്ചു നൽകാതെ അവർ തന്നെ വേദനിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു എന്നാണ് ദിയയുടെ അനുഭവം. പലർക്കും തങ്ങളുടെ പ്രണയങ്ങളെക്കുറിച്ചോ പ്രണയ പരാജയങ്ങളെക്കുറിച്ചോ തുറന്നു പറയാൻ വലിയ മടിയോ നാണക്കേടോ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദിയ കൃഷ്ണ തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ് ആരാധകർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഓർമ്മ വെച്ച കാലം തൊട്ടേ തനിക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുവെന്ന് ദിയ നാണക്കേടില്ലാതെ തന്നെ സമ്മതിക്കുന്നു. LKGയിൽ പഠിക്കുന്ന കാലത്ത് പോലും ഐ ഹാർട്ട് യു എന്ന പേപ്പറിൽ എഴുതി കൊടുക്കുമായിരുന്നത്രേ. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ താനൊരു പ്രേമരോഗിയായിരുന്നുവെന്ന് താരം സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഒരു പ്രണയ തകർച്ച ഉണ്ടായാലോ അല്ലെങ്കിൽ കൂടെയുള്ളയാൾ ചീറ്റ് ചെയ്തു പോയാലോ അതിൽ നിന്നും പുറത്തു കടക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. വേറൊരാളെ വിശ്വസിക്കാനോ പുതിയൊരു ജീവിതം തുടങ്ങാനോ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ താൻ ഈ അവസ്ഥകളിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നും ദിയ പറയുന്നു. എത്ര പേർ വേദനിപ്പിച്ച് ദ്രോഹിച്ച് പോയിട്ടുണ്ടെങ്കിലും വീണ്ടും മറ്റുള്ളവരെ സ്നേഹിക്കാനും വിശ്വസിക്കാനും തനിക്ക് പറ്റുന്നുണ്ടെന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ദിയ വ്യക്തമാക്കുന്നു. തന്റെ ജീവിതത്തിൽ വന്നുപോയ 3-4 പേർ തന്റെ ജീവിതം അത്രമേൽ നശിപ്പിച്ചിരുന്നുവെന്നും ദിയ മുൻപ് തന്റെ വ്ലോഗുകളിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തന്നെ എപ്പോഴും ചിരിച്ചും കളിച്ചും നടക്കാൻ മാത്രം ശീലിപ്പിച്ച ഒരു പെൺകുട്ടിയിൽ നിന്നും രാത്രികാലങ്ങളിൽ കരഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പഠിപ്പിച്ചത് ആ മനുഷ്യരായിരുന്നു. മറ്റേതൊരു പെൺകുട്ടിയെ പോലെയും താൻ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിയെ 10-11 വർഷം പ്രണയിച്ച് ഒടുവിൽ വിവാഹം കഴിച്ച് ലോകത്തിന് മുന്നിൽ വാട്ട് എ ലവ് സ്റ്റോറി എന്ന് പറയിപ്പിക്കാൻ ദിയയും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ തന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. തന്റെ മുൻ കാമുകന്മാരെല്ലാം മറ്റു സ്ത്രീകളുടെ മണമടിച്ച് അങ്ങോട്ട് പോയവരാണെന്നും ദിയ ഒട്ടും മയമില്ലാതെ തുറന്നടിച്ചു. പ്രണയബന്ധങ്ങൾ തകരുമ്പോൾ പരസ്പരം ചെളിവാരി എറിയുന്നതും സോഷ്യൽ മീഡിയയിൽ
ലൈവ് വന്ന് കുറ്റപ്പെടുത്തുന്നതും ഇന്നത്തെ കാലത്ത് സാധാരണമാണ്. ദിയയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രണയ തകർച്ചയ്ക്ക് ശേഷം പങ്കാളിയായിരുന്ന വ്യക്തി പരസ്യമായി രംഗത്തിറങ്ങി ദിയയെ ഒരു തെറ്റുകാരിയായി ചിത്രീകരിക്കാനും ടാർഗറ്റ് ചെയ്യാനും ശ്രമിച്ചിരുന്നു. ആ സമയത്ത് തന്റെ ഭാഗം ന്യായീകരിക്കാനും അപ്പുറത്തുള്ള വ്യക്തിയുടെ തെറ്റുകൾ തെളിവ് സഹിതം പുറത്തു പറയാനുമുള്ള എല്ലാ കാര്യങ്ങളും ദിയയുടെ കൈവശം ഉണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായി നിശബ്ദത പാലിക്കാനാണ് ദിയ അന്ന് തീരുമാനിച്ചത്. അതിന് കാരണം അത്രയും താഴ്ന്ന നിലവാരത്തിലേക്കുള്ള ചർച്ചകളിലേക്കോ ജീവിതത്തിലേക്കോ പോകാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നതുകൊണ്ടാണ്. താൻ ദൈവത്തിലും കർമ്മയിലും ശക്തമായി വിശ്വസിക്കുന്ന ആളാണെന്നും ദിയ പറയുന്നു. നമ്മളെ വേദനിപ്പിച്ചവർക്ക് അതിനുള്ള ഫലം കർമ്മയിലൂടെ തിരിച്ചു ലഭിക്കുമെന്നും ദിയ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ എത്രയൊക്കെ അധിക്ഷേപിച്ചാലും മുൻ കാമുകന്മാർ ചീറ്റ് ചെയ്താലും ഇന്നും തനിക്ക് സന്തോഷത്തോടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെയും ജീവിക്കാൻ സാധിക്കുന്നതെന്നും ദിയാകൃഷ്ണ അടിവരയിട്ട് പറയുന്നു. ദിയാകൃഷ്ണയുടെ പഴയ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് സോഷ്യൽ മീഡിയയിലെ വലിയൊരു ഇരട്ടത്താപ്പിലേക്കാണ്. ഒരു പുരുഷൻ ഒന്നിലധികം പ്രണയപരാജയങ്ങൾ നേരിടുകയും ഒടുവിൽ വിവാഹിതനാവുകയും ചെയ്യുമ്പോൾ സമൂഹം അതിനെ വലിയ കാര്യമാക്കാറില്ല. എന്നാൽ ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ അനുയോജ്യനായ പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയും അതിനിടയിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെയും മോശമായി ചിത്രീകരിക്കാനാണ് പലർക്കും താല്പര്യമുള്ളത്. തന്റെ മുൻകാല പ്രണയങ്ങളിലെല്ലാം താൻ ഒരു ഇരയായിരുന്നുവെന്നും വഞ്ചിക്കപ്പെട്ടതാണെന്നും ദിയ വ്യക്തമാക്കുമ്പോൾ അവരെ വീണ്ടും സൈബർ ലോകത്ത് വേട്ടയാടുന്നത് ക്രൂരതയാണ്. അശ്വിനുമായുള്ള വിവാഹശേഷമുള്ള ജീവിതത്തിൽ അവർ സന്തോഷവതിയാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയ വീഡിയോ ക്ലിപ്പുകൾ വെച്ച് ഒരാളുടെ കുടുംബജീവിതത്തെ വിലയിരുത്താൻ ആർക്കും അവകാശമില്ല. ദിയാകൃഷ്ണയുടെ തുറന്നു പറച്ചിലുകൾ വെറും ഒരു ഗോസിപ്പ് വാർത്ത എന്നതിനപ്പുറം വലിയ ചില ജീവിത പാഠങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. പ്രണയത്തിലാവുക എന്നത് ഒരു തെറ്റല്ലെന്നും എന്നാൽ ആ പ്രണയം ടോക്സിക് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ തന്നെ സ്വന്തം ജീവിതം ഹോമിക്കാതെ ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോരാൻ സ്ത്രീകൾ തയ്യാറാകണമെന്നും ദിയയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു. തന്നെ വേദനിപ്പിച്ചവരോട് സോഷ്യൽ മീഡിയയിൽ വന്ന് യുദ്ധം ചെയ്യാൻ നിൽക്കാതെ സ്വന്തം സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം. സൈബർ ലോകത്തെ അധിക്ഷേപങ്ങളെയും നെഗറ്റീവ് കമന്റുകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തന്റെ പുതിയ വിവാഹ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ദിയാകൃഷ്ണ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കുള്ള ഏറ്റവും മികച്ച മറുപടിയാണ് സ്വന്തം സന്തോഷകരമായ ജീവിതത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്ന ദിയയുടെ നിലപാട് കയ്യടി അർഹിക്കുന്നതാണ്.